കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെഖീന ടി വിയിലെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹംഗറിയിലെ പ്രവാചികയായ സിസ്റ്റർ മരിയ നത്താലിയയെ പരിശുദ്ധ അമ്മയും ഈശോയും നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിന് വേണ്ടി 20-21 നൂറ്റാണ്ടുകൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും എപ്രകാരം തയ്യാറെടുക്കണം എന്ന വിലയേറിയ സന്ദേശങ്ങൾ നൽകിയതിനെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. ഇനി ഈ വലിയ സന്ദേശങ്ങൾ ലോകത്തിലെത്തിക്കുവാൻ ഈ സിസ്റ്ററിനെ സ്വർഗം എപ്രകാരം ഒരുക്കി എന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ കാണുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, സിസ്റ്റർ മരിയ നത്താലിയ ഈശോയോട് ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു: ഈശോയെ, 33 വയസ്സ് വരെ നീ ഈ ലോകത്ത് ജീവിച്ചു. 33-ാം വയസ്സിൽ നീ സ്വർഗത്തിലേക്ക് പോയി, ഞങ്ങളെയൊക്കെ രക്ഷിച്ച് സ്വർഗത്തിലേക്ക് പോയി. അതുപോലെ എൻ്റെ ഈ 33-ാമത്തെ വയസ്സിൽ നിന്നോടൊത്തായിരിക്കുവാൻ എന്നെയും സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം എന്ന് സിസ്റ്റർ കൂടെ പ്രാർത്ഥിക്കുമായിരുന്നു. നിന്നെപ്പോലെ ആകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് കൂടെ പറയുമായിരുന്നു. ഇപ്രകാരം സിസ്റ്റർ നത്താലിയയ്ക്ക് 33 വയസ്സ് പ്രായമായപ്പോൾ ഒരു രാത്രിയിൽ കർത്താവ് അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറഞ്ഞു: നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു. 33 വയസ്സ് പ്രായമാകുമ്പോൾ എൻ്റെ കൂടെ ആയിരിക്കുവാൻ നിന്നെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണമെന്നും എന്നെപ്പോലെ ആയിരിക്കുവാൻ നീ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥിച്ചത് എൻ്റെ സന്നിധിയിൽ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുവാനുള്ള സമയമായി. നിന്നെ ഞാൻ ഈ ലോകത്തിലുള്ള ജീവിതം അവസാനിപ്പിച്ച് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് എന്ന് കർത്താവ് പറഞ്ഞു. പക്ഷെ കർത്താവ് സിസ്റ്ററിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു: നീ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുത്ത് ജീവിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ നിന്റെ ഈ ലോകത്തുള്ള ജീവിതം ഞാൻ ദീർഘിപ്പിച്ചു തരും. എനിക്ക് സഹനങ്ങൾ ഈ ലോകത്ത് സ്വീകരിച്ച് ആത്മാക്കളെ നേടുവാൻ തയ്യാറാകുന്ന വ്യക്തികളെ ആവശ്യമാണ്. അതുകൊണ്ട് സഹനങ്ങൾ സ്വീകരിക്കുവാൻ നീ തയ്യാറായാൽ കുറേ നാളുകൾ കൂടി ഈ ലോകത്ത് ജീവിക്കുവാൻ ഞാൻ നിനക്ക് അനുമതി നൽകും എന്ന് കർത്താവ് പറയുകയുണ്ടായി. അപ്പോൾ നത്താലിയ പറഞ്ഞു: ഈശോയെ, നിന്നോടുള്ള സ്നേഹത്തെ പ്രതി എത്രമാത്രം സഹനങ്ങൾ സ്വീകരിക്കുവാനും ഞാൻ തയ്യാറാണ്. ആത്മാക്കളുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി സഹനങ്ങൾ സ്വീകരിക്കുവാൻ ഞാൻ തയ്യാറാണ് എന്ന് സിസ്റ്റർ നത്താലിയ കർത്താവിനെ അറിയിക്കുകയാണ്. സിസ്റ്റർ നത്താലിയ പറഞ്ഞ 3 കാര്യങ്ങളാണ്. 1, നിനക്ക് വേണ്ടി സഹനങ്ങൾ സ്വീകരിക്കുവാൻ ഞാൻ തയ്യാറാണ്. ഈ ലോകത്ത് വാർദ്ധക്യം വരെ സഹനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സഹിച്ച് പരിത്യാഗം ചെയ്ത് നിന്നെ ആശ്വസിപ്പിക്കുവാൻ ഞാൻ തയ്യാറാണ്. വാർദ്ധക്യം വരെ സഹിക്കുക എന്നുള്ളത് നമ്മളാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല, എളുപ്പമല്ല. സഹനങ്ങൾ വ്യത്യസ്ത രീതിയിൽ കടന്നു വരാം. അത് രോഗമാകാം, അത് വലിയ പീഡനങ്ങളാകാം, ശരീരത്തിലും ആത്മാവിലും വഹിക്കുന്ന വലിയ വലിയ പീഡനങ്ങൾ, വേദനകൾ, ദുരിതങ്ങൾ, വ്യത്യസ്ത രീതിയിലുള്ള സഹനങ്ങൾ കടന്നു വരാം. പഴുത്തലുകൾ, കുറ്റപ്പെടുത്തലുകൾ, പിടിച്ചു നിൽക്കാനാകാത്ത സാഹചര്യങ്ങൾ. നത്താലിയ പറയുന്നു, ഏത് രീതിയിലുള്ള സഹനം വന്നാലും
നിന്നോടത്തായിരിക്കുവാൻ വാർദ്ധക്യം വരെ നിന്നെ ആശ്വസിപ്പിക്കുവാൻ ഞാൻ തയ്യാറാണ്. രണ്ടാമതായി, ഇനി ഞാൻ വാർദ്ധക്യത്തിന് മുൻപേ മരിക്കണമെന്നുള്ളത് ദൈവഹിതമാണെങ്കിൽ യുഗാന്ത്യം വരെ, ഇതാണ് സിസ്റ്റർ പ്രാർത്ഥിക്കുന്നത്, യുഗാന്ത്യം വരെ ആത്മാക്കളെ നേടാനുള്ള കൃപ നീ എനിക്ക് നേടിത്തരണം, നീ എനിക്ക് നൽകണം. യുഗാന്ത്യം വരെ. അതായത് ഈ സിസ്റ്ററിൻ്റെ ഈ വാക്കുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഇപ്രകാരമാണ്, മരിച്ചു കഴിഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, ഇല്ലെങ്കിൽ ശുദ്ധീകരണത്തിന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ആകുമ്പോൾ, ഈ ലോകത്ത് ജീവിക്കുന്ന ആത്മാക്കളെ നേടുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് ഈ വാക്കുകളിൽ നിന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ അവരുടെ എല്ലാ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് സ്വർഗത്തിലിരുന്നും നമുക്ക് ആത്മാക്കൾ, അതാണ് യുഗാന്ത്യം വരെ ആത്മാക്കളെ നേടാനുള്ള കൃപ നീ എനിക്ക് തരണം എന്ന് സിസ്റ്റർ പ്രാർത്ഥിക്കുന്നത്. ഇനി മൂന്നാമതായി സിസ്റ്റർ പ്രാർത്ഥിക്കുന്ന ഇപ്രകാരമാണ്, ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്ന, ലോകമെമ്പാടുമുള്ള ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്ന സക്രാരികൾക്ക് മുൻപിൽ നിന്നെ സ്നേഹിച്ചുകൊണ്ട് ആരാധിച്ച് നിന്നെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ നീ എനിക്ക് തരണം. ലോകത്തെമ്പാടുമുള്ള അനേകം സക്രാരികൾ ഇന്ന് ഉപേക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ദേവാലയത്തിലെ സക്രാരികൾ, ഈശോയുടെ തിരുശരീരം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സക്രാരികളിലേക്ക് ഇന്ന് ആളുകൾ കടന്നു പോകാൻ വിസമ്മതിക്കുകയാണ്. ഇന്ന് അനേകം സക്രാരി, കർത്താവ് ഏകനായിരിക്കുകയാണ്. അനേകം സക്രാരികളിൽ നിന്ന് ചൊരിയപ്പെടുന്ന കൃപകൾ സ്വീകരിക്കുവാൻ ഇന്ന് ആരും കടന്നു ചെല്ലുന്നില്ല. ഇപ്രകാരമുള്ള മനോവേദ കണ്ട് സിസ്റ്റർ പ്രാർത്ഥിക്കുകയാണ്, നിന്റെ ഈ ലോകത്തിലെ ഏറ്റവും അവസാനത്തെ തിരുവോസ്തിയിൽ നീ ഉണ്ടായിരിക്കുന്നത് വരെ ഉപേക്ഷിക്കപ്പെട്ട ഓരോ സക്രാരിക്ക് മുമ്പിലും കടന്നു വന്ന് നിന്നെ ആരാധിക്കുവാൻ, നിന്നെ സ്നേഹിക്കുവാൻ എന്നെ അനുവദിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മൂന്ന് കാര്യങ്ങളും കർത്താവ് അനുവദിച്ചു. പിന്നെ സിസ്റ്ററിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കാണുക സഹനത്തിൻ്റെ കൂമ്പാരമാണ്. സഹനത്തിലൂടെ സഹിച്ച് കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടുന്ന ഒരു കന്യാസ്ത്രീയാണ് നമ്മൾ പിന്നീട് സിസ്റ്റർ നത്താലിയയിൽ കാണുക. ഇനി കർത്താവ് സിസ്റ്റർ നൽകിയ 1, 2, 3, 4 സന്ദേശങ്ങൾ, എന്നെ ഒത്തിരി സ്പർശിച്ച സന്ദേശങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഭൂലോകത്തിൻ്റെ വിജയരാജ്ഞി എന്ന തലക്കെട്ടിൽ മാത്യു വർഗീസ് പോളയ്ക്കൽ പരിഭാഷപ്പെടുത്തി സോഫിയ ബുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്ന സിസ്റ്റർ നത്താലിയയ്ക്ക് സ്വർഗം നൽകിയ വെളിപ്പെടുത്തലുകൾ മലയാളികളുടെ മുൻപിൽ ഇന്ന് ലഭ്യമാണ് എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളും പങ്കുവയ്ക്കുകയുണ്ടായി. ഈ പുസ്തകം വായിച്ചപ്പോൾ എന്നെ സ്പർശിച്ച ചില കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുക. ഒന്നാമതായി, സിസ്റ്റർ നത്താലിയയ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത, അല്ലെങ്കിൽ നത്താലിയയിൽ നിന്ന് ദൈവം ആഗ്രഹിച്ച ഒന്നാമത്തെ കാര്യം, സഹനങ്ങൾ സ്വീകരിച്ച് ആത്മാക്കളെ നേടുക എന്നുള്ള കാര്യമാണ്. സഹനങ്ങൾ സ്വീകരിച്ച് ആത്മാക്കളെ നേടുക. പ്രിയമുള്ള സഹോദരങ്ങളെ, സിസ്റ്റർ നത്താലിയ തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച കൃപ ഇതാണ്. തനിക്കുണ്ടായ ഓരോ സഹനങ്ങളും ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെച്ച് ആത്മാക്കളെ നേടുക. ഈശോ അവളോട് ഇപ്രകാരം പറയുകയുണ്ടായി, ഈ ലോകത്ത് ത്യാഗങ്ങൾ ഏറ്റെടുത്ത് വിശുദ്ധ ജീവിതം നയിക്കുന്ന ഏതെങ്കിലും ഒരു ആത്മാവിനെ എനിക്ക് കാണുവാൻ സാധിച്ചാൽ ആ ആത്മാവിലൂടെ ആയിരങ്ങളല്ല, മറിച്ച് ഒരു ജനസമൂഹത്തെ മുഴുവനും നേടുവാൻ എനിക്ക് സാധിക്കുമെന്ന്. ത്യാഗങ്ങൾ സ്വീകരിച്ച് പരിഹാരം ചെയ്ത് ജീവിക്കുന്ന ഒരു വിശുദ്ധാത്മാവിനെ ഈ ലോകത്തിന് കാണുവാൻ സാധിച്ചാൽ ആ വ്യക്തിയെ ഒരു ജനവിഭാഗത്തെ മുഴുവനും നേടുവാൻ എൻ്റെ കയ്യിൽ ഞാൻ ഉപകരണമാക്കും എന്നാണ് കർത്താവ് നത്താലിയായിക്ക് വെളിപ്പെടുത്തി കൊടുക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ജനവിഭാഗങ്ങളെ നേടണമെങ്കിൽ, രാജ്യങ്ങളെ നേടണമെങ്കിൽ, ആത്മാക്കളെ നേടണമെങ്കിൽ സഹനങ്ങൾ നമ്മൾ സ്വീകരിച്ച് സഹനങ്ങൾ കൃപയാക്കി മാറ്റിയെങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്ന് സിസ്റ്റർ നത്താലിയയിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. വീണ്ടും ഇപ്രകാരം വെളിപ്പെടുത്തി കൊടുത്തു, സഹനങ്ങൾ എന്ന് പറയുക ആത്മാക്കളുടെ വിലയാണ് എന്ന്. ഓരോ ആത്മാക്കളെയും നേടണമെങ്കിൽ സഹനങ്ങൾ സ്വീകരിച്ച് സാധിക്കുകയുള്ളൂ. സഹനങ്ങൾ ആത്മാക്കളുടെ വിലയാണ് എന്ന് കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ
വ്യത്യസ്തമായ സഹനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ചിലപ്പോൾ ചില സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ സഹനങ്ങളെ പഴിക്കുകയും ദൈവത്തെ പഴിക്കുകയും എന്തിനീ സഹനങ്ങൾ എനിക്ക് നൽകിയെന്ന് ചിന്തിക്കുകയും ഒക്കെ ചെയ്ത് പ്രാർത്ഥന ഉപേക്ഷിച്ചും പള്ളിയിൽ പോക്ക് ഉപേക്ഷിച്ചും വിശ്വാസത്തിൽ അകന്നു നിൽക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ഇത് സഹനം എന്താണെന്നും സഹനത്തിൻ്റെ വില എന്താണെന്നും നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്. കർത്താവ് പറയും, ഓരോ ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സഹനങ്ങൾക്കും ഒരു വലിയ വിലയുണ്ട്. ആത്മാക്കളെ നേടുവാനുള്ള, അതായത് ആത്മാക്കളുടെ വിലയാണ് സഹനങ്ങളെന്ന് കർത്താവ് പഠിപ്പിക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കാം. ലോകമെമ്പാടുമുള്ള പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെക്കാം. കർത്താവിനെ സ്നേഹിക്കാൻ സാധിക്കാതെ ഒരുപക്ഷെ ദൈവത്തിൽ അകന്നു നിൽക്കുന്ന യുവതി യുവാക്കന്മാരുടെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കാം. ഇപ്രകാരം സഹനങ്ങൾ കൃപയാക്കി മാറ്റുമ്പോൾ പിന്നെ നമ്മുടെ സഹനങ്ങളിൽ ദൈവകൃപ കടന്നു വരുമെന്നും സഹനങ്ങൾ നമുക്കൊരു ഭാരമായി മാറില്ല എന്നും നമ്മൾ മനസ്സിലാക്കുകയാണ്. അടുത്തതായി സിസ്റ്റർ നത്താലിയായിക്ക് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്ത ഒരു സന്ദേശമാണ് അപകടങ്ങൾ വരുത്തുന്നത് പിശാചാണ് എന്ന്. അപകടങ്ങൾ വരുത്തുന്നത് പിശാചാണ്, അത് ദൈവമല്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ചില തിക്താനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ, ചില പ്രത്യേകമായ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സാധാരണഗതിയിൽ മനുഷ്യനുണ്ടാകുന്ന ചിന്ത ദൈവം ഇത് എനിക്ക് തന്നുവെന്നുള്ളതാണ്. എന്നാൽ ദൈവമല്ല ഇതൊക്കെ തരുന്നതെന്നും അപകടങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ സാത്താനിൽ നിന്നാണ് വരുന്നതെന്നും എന്നാൽ ദൈവം അത് അനുവദിക്കുന്നുവെന്നും സിസ്റ്റർ നത്താലിയുടെ ജീവിതത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ദൈവം അറിഞ്ഞുകൊണ്ട് മാത്രമേ പിശാചിന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവം അറിയുന്നു, എന്നാൽ ഇതിൻ്റെ സോഴ്സ് വരുന്നത് സാത്താനിൽ നിന്നാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് നത്താലിയ എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ, ദൈവീക കൃപകൾ അവളിൽ നിറയ്ക്കുവാൻ ദൈവം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ, ത്യാഗങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയും അവൾ ആത്മാക്കളെ നേടാൻ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ സാത്താൻ വിറയ്ക്കുവാൻ തുടങ്ങി. ഈ ഒരു വ്യക്തിയിലൂടെ നരകത്തിലേക്ക് വരേണ്ട അനേകം ആത്മാക്കൾ സ്വർഗത്തിലേക്ക് രക്ഷപ്പെട്ടു പോകുന്നത് കണ്ട് സാത്താൻ ഞെട്ടി വിറയ്ക്കുവാൻ തുടങ്ങി. ഈ സമയത്ത് ഇവളെ എങ്ങനെയെങ്കിലും ഈ കൃപയിൽ നിന്ന് അകറ്റുന്നതിന് വേണ്ടി അവൻ പരിശ്രമിക്കുവാൻ തുടങ്ങി. ഇപ്രകാരം അവൻ വലിയ പ്രലോഭനങ്ങളും വലിയ നൊമ്പരങ്ങളും ഈ സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ നൽകുവാനായിട്ട് ആരംഭിച്ചു. ദൈവം പോലും മാറി നിൽക്കുന്ന ഒരു അനുഭവത്തിലൂടെ ഇവൾ കടന്നു പോവുകയാണ്. ഒരുപക്ഷെ ദൈവം അനന്തമായ സ്നേഹത്തിൽ ഒരുപക്ഷെ അതിൽ കടന്നു പോകാൻ ദൈവം അനുവദിച്ചു. ഇങ്ങനെ വലിയ വേദനയിലൂടെ ഇവൾ കടന്നു പോകുന്നു. വലിയ പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നു. വലിയ ശരീരത്തിൽ ആത്മാവിൽ പോലും ദഹിപ്പിക്കുന്ന വലിയ വേദനയിലൂടെ കടന്നു പോകുന്നു. ഇപ്രകാരം അവൾ അവസ്ഥയിലൂടെ കടന്നുപോയ ഒരു ദിവസം സിസ്റ്റർ അനുഭവിച്ച ഇപ്രകാരമാണ്. സാത്താൻ അവളെ ദേവാലയത്തിൻ്റെ മണി തൂക്കിയിട്ടിരിക്കുന്ന മണിമാളികയുടെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ കടന്നു ചെന്ന് മണിയിൽ കെട്ടിയിരിക്കുന്ന ആ കയറ് സിസ്റ്ററിന് കൊടുത്തിട്ട് പറയുക, ഈ കയറെടുത്ത് നീ ആത്മഹത്യ ചെയ്യുക. കാരണം ഇപ്രകാരം നീ ഒരു കയറെടുത്ത് ആത്മഹത്യ ചെയ്യുവാനുള്ള ഒരു പ്രലോഭനം ഈ സാത്താൻ സിസ്റ്ററിന് കൊടുത്തപ്പോൾ തന്നെ സിസ്റ്റർ എന്തോ ഒരു പ്രത്യേകമായ ഒരു നെഗറ്റീവ് എനർജി കടന്നു വരികയും ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്നൊരു ചിന്ത സിസ്റ്ററിൻ്റെ ജീവിതത്തിലേക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, ഇനി ഇനി എന്തിനാ ജീവിക്കുന്നത്, ദൈവം പോലും എന്നെ കൈവിട്ടു എന്ന് ഇപ്രകാരമുള്ള ചിന്ത സിസ്റ്ററിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ സമയത്ത് ഉച്ചയോട് അടുത്ത സമയമായപ്പോൾ അടുത്ത ദേവാലയത്തിലെ മണിമുഴങ്ങി. അതായത് ഉച്ച സമയത്ത് കർത്താവിൻ്റെ മാലാഖ എന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കേണ്ട സമയം ദേവാലയത്തിൽ മണിമുഴങ്ങാറുണ്ടല്ലോ. ഇപ്രകാരം മണിമുഴങ്ങിയപ്പോൾ എല്ലാ ദിവസവും ഈ മണിയുടെ ഒച്ച കേൾക്കുമ്പോൾ ഈ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നവളാ സിസ്റ്റർ. ഈ മണിയുടെ ഒച്ച കേട്ടപ്പോൾ സിസ്റ്റർ അവിടെ നിന്ന് ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ മാലാഖ എന്ന പ്രാർത്ഥന ത്രിസന്ധ്യ ജപം ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പിശാചിൻ്റെ ആ സ്വാധീനം, ആ പിടി വിട്ടുപോകുന്നതായി തനിക്ക് അനുഭവപ്പെട്ടതായി സിസ്റ്റർ വെളിപ്പെടുത്തുന്നുണ്ട്. പിന്നെ അവിടുന്ന് പുറത്തു വരാൻ സിസ്റ്ററിന് സാധിക്കുന്നില്ല.
ആളുകളെ കാണുമ്പോൾ അവർക്ക് ഭയമാണ്. ഇപ്രകാരം ഒരു പ്രത്യേക ഒരു ആത്മീയ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്, വലിയ നൊമ്പരപ്പെടുന്ന അനുഭവത്തിലൂടെ. എൻ്റെ സിസ്റ്റർ മണിമാളികയിൽ തന്നെ ഒളിച്ചിരുന്നു രാത്രി 10-11 മണി വരെ. ഈ സിസ്റ്ററിനെ കാണാതെ കോൺവെന്റിലുള്ള സിസ്റ്റേഴ്സൊക്കെ പല സ്ഥലങ്ങളിൽ അന്വേഷിച്ച് കണ്ടുകിട്ടുന്നില്ല. എന്നാൽ അവസാനം മദർ സുപ്പീരിയർ മണിമാളികയുടെ അടുത്ത് വന്ന് ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ ടോർച്ച് ലൈറ്റ് തെളിച്ച് ഒരു ഫ്ലാഷ് ലൈറ്റിൽ ഈ സിസ്റ്ററിനെ കാണുകയും അവളെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നതിനെക്കുറിച്ച് ഈ ഡയറി കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് മദർ സുപ്പീരിയർ ഇവളുടെ മുറിയിൽ ചെന്ന് ഇവളുടെ കൂടെ കുറേ നേരം ചെലവഴിച്ചു, ഒന്നിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം മാതാവിൻ്റെ ഒരു മെഡൽ കൊടുത്തിട്ട് സിസ്റ്റർ അവിടെ നിന്ന് നീങ്ങുകയാണ്. സിസ്റ്റർ പോയ ഉടനെ തന്നെ വീണ്ടും സാത്താൻ മറ്റൊരു രീതിയിൽ പ്രലോഭനവുമായി കടന്നു വരികയാണ്. സിസ്റ്ററിൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെട്ട് സിസ്റ്ററിനോട് വളരെ ഭീകരമായൊരു ജന്തുവിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് സിസ്റ്ററിനോട് ഇപ്രകാരം പറഞ്ഞു, ഇന്ന് നിന്നെ എനിക്ക് നഷ്ടമായി, ഈ അവസരം നീ നഷ്ടപ്പെടുത്തി, എന്നാൽ നിന്റെ മരണസമയത്ത് നീ എൻ്റേതായിരിക്കും എന്ന ഒരു സന്ദേശം ഈ സന്ദേശം സാത്താൻ അവൾക്ക് കൊടുക്കുകയാണ്. നിന്റെ മരണസമയത്ത് നീ എൻ്റേതായിരിക്കും. ഇപ്രകാരം വലിയ ഞെരുക്കത്തിലൂടെ പിരിമുറുക്കത്തിലൂടെ സിസ്റ്റർ കടന്നുപോയ ആ സമയത്ത് രാത്രിയിൽ കർത്താവ് അവളുടെ മുൻപിൽ സാത്താൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെട്ട് സാത്താനെ ശാസിച്ചുകൊണ്ട് സാത്താനോട് ഇപ്രകാരം പറഞ്ഞു, അവൾ ഒരിക്കലും നിന്റേതാവുകയില്ല, കാരണം നീയല്ല, ഞാനാണ് അവൾക്ക് വേണ്ടി രക്തം ചിന്തിയതെന്ന്. അവൾ ഒരിക്കലും നിന്റേതാവുകയില്ല, കാരണം നീയല്ല, ഞാനാണ് അവൾക്ക് വേണ്ടി രക്തം ചിന്തിയത്. കർത്താവ് ഞാനാണ് അവൾക്ക് വേണ്ടി രക്തം ചിന്തിയത് എന്ന് സാത്താൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ അവൻ അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ഓടി മറയുകയാണ് ചെയ്തത് എന്ന് സിസ്റ്റർ നത്താലിയ രേഖപ്പെടുത്തുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണത്. ഒരു തിന്മയ്ക്കോ ഒരു സാത്താനോ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കുന്ന മക്കളെ സ്വാധീനിക്കാനാവില്ല എന്ന് തിരിച്ചറിയുകയാണ്. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഇപ്രകാരമായ പിരിമുറക്കത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. എല്ലാ കുറ്റപ്പെടുത്തലുകളും തിക്താനുഭവങ്ങളും മാത്രമേ ജീവിതത്തിലുള്ളൂ. ചിലപ്പോൾ സാത്താൻ്റെ പോലും വലിയ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന സാഹചര്യം, പ്രിയപ്പെട്ടവരുടെ മരണം, ജോലിയില്ലാത്ത സാഹചര്യം, എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ, ആത്മാവിൽ പോലും വലിയ പിരിമുറക്കം, ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, ഉറങ്ങിക്കിടക്കുമ്പോൾ ശ്വാസം മുട്ടുന്ന അവസ്ഥ, പലർക്കും ഇതുപോലുള്ള ചില അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. വലിയ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത വലിയ ഞെരുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ ഒന്ന് വാ തുറന്ന് ഈശോയെ എന്ന് വിളിക്കാൻ പോലും പറ്റാത്ത ചില അനുഭവങ്ങൾ ചില ആളുകൾ കടന്നു പോകുന്നുണ്ട് ഉറക്കത്തിലൊക്കെ. ഇപ്പോഴൊക്കെ ഉള്ളിലാണെങ്കിലും ഉടനെ യേശുവിൻ്റെ രക്തം വിളിക്കുക, യേശുവിൻ്റെ രക്തത്തെ വിളിച്ച് യേശുവിൻ്റെ രക്തത്താൽ നമ്മളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുക. ഏതവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും ഉടനെ ഈശോയെ നിന്റെ രക്തത്താൽ എന്നെ പൊതിയണമേ, ഈശോയെ നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ, ഈശോയെ നിന്റെ രക്തത്താൽ എന്നെ സംരക്ഷിക്കണമേ. ഈശോയുടെ നാമം വിളിച്ച് അവൻ്റെ രക്തത്തിന് വേണ്ടി ഏത് സാഹചര്യത്തിൽ നമ്മൾ അപേക്ഷിക്കുമ്പോൾ ഈ ഞെരുക്കത്തിൻ്റെയും പിരിമുറുക്കത്തിൻ്റെയും ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടാത്മാക്കൾ പിന്നെ നിൽക്കുവാൻ സാധിക്കുകയില്ല എന്നും അവർ ഓടി മറയുമെന്നും ഈ സിസ്റ്റർ നത്താലിയയുടെ ജീവിതത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. അത് യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. നമുക്ക് വേണ്ടി കുരിശിൽ ചിന്തിയ യേശുവിൻ്റെ രക്തം എപ്പോഴും നമുക്ക് അവൈലബിളാണ്. അതൊന്ന് വിളിച്ച് ഏറ്റെടുത്ത് നമുക്ക് ഏറ്റെടുക്കുവാൻ സാധിച്ചാൽ അവൻ്റെ രക്തത്താൽ നാം സംരക്ഷിക്കപ്പെടും, അവൻ്റെ രക്തത്താൽ നാം പൊതിയപ്പെടും, അവൻ്റെ രക്തത്താൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കും, അവൻ്റെ രക്തത്താൽ നാം രക്ഷ പ്രാപിക്കും. യേശുവിൻ്റെ രക്തം വിളിച്ച് അഭിഷേകം ഏറ്റെടുത്ത് കൃപ സ്വീകരിക്കുവാൻ സിസ്റ്റർ നത്താലിയുടെ ജീവിതത്തിൽ നിന്നുള്ള അനുഭവങ്ങളിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുലിഖിതത്തിൽ പരിശുദ്ധാത്മാവ് ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു: ദൈവം വിശ്വസ്തനാണ്, നിങ്ങളുടെ ശക്തിക്കതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകുവാൻ അവിടുന്ന് അനുവദിക്കുന്നില്ല. നിങ്ങൾക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കുവാനുള്ള ശക്തി ദൈവം നിങ്ങൾക്ക് തരും എന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഏത് രീതിയിൽ പ്രലോഭനങ്ങളുടെ കടന്നു പോകുമ്പോഴും ഈ വചനം നമുക്ക് ശക്തി നൽകണം. 1 കൊരിന്തോസിൻ്റെ 10:13 നമ്മളുടെ ശക്തിക്കതീതമായ ഒരു പ്രലോഭനം നമുക്ക് ഉണ്ടാകുവാൻ ദൈവം അനുവദിക്കില്ല.
ഏത് പ്രലോഭനത്തിൻ്റെ സാഹചര്യങ്ങളുടെ കടന്നുപോയാലും അതിനെ അതിജീവിക്കുവാനുള്ള കൃപ, ശക്തി ദൈവം നമുക്ക് നൽകും. കാരണം ദൈവം വിശ്വസ്തനാണ് എന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, സിസ്റ്റർ നത്താലിയയുടെ അടുത്ത് സാത്താൻ ഈ പ്രലോഭനമായി കടന്നു വന്നപ്പോൾ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടവനെ ശാസിക്കുന്നത് നമ്മൾ കാണുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന സത്യപ്രകാരമാ, നമുക്ക് വേണ്ടി രക്തം ചിന്തി നമ്മളെ രക്ഷിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുതലുള്ള കണ്ണുകൾ ഓരോ ആത്മാക്കളുടെ മേലും എപ്പോഴും ഉണ്ട് എന്ന സത്യം തിരിച്ചറിയുകയാണ്. അവൻ്റെ കരുതലുള്ള കണ്ണുകൾ നമ്മളുടെ മേൽ എപ്പോഴുമുണ്ട്. ഏത് സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും, ഏത് പ്രലോഭകൻ കടന്നു വരുമ്പോഴും നമ്മെ രക്ഷിക്കുവാൻ നമ്മുടെ രക്ഷകൻ കൂടെയുണ്ട് എന്ന സത്യം, നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കുവാൻ അല്പമൊക്കെ സഹനങ്ങൾ അനുവദിച്ചെന്നിരിക്കും. എന്നാൽ നമ്മളെ രക്ഷിച്ച നമ്മുടെ കർത്താവ്, രക്ഷകൻ ഒരിക്കലും മാറി നിൽക്കുന്നില്ല എന്ന സത്യം കൂടി ഇതിൽ നിന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വീണ്ടും നത്താലിയായെ ശുദ്ധീകരണ സ്ഥലത്തേക്ക് കർത്താവ് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു അനുഭവം അവൾക്കുണ്ടായി. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് ശുദ്ധീകരണ സ്ഥലത്തിലെ അനുഭവങ്ങളിലൂടെ അവളെ പഠിപ്പിക്കുകയാണ്. ഒരു ദിവസം രാവിലെ ഏതാണ്ട് 4:30 മണി സമയമായപ്പോൾ കർത്താവ് നത്താലിയയെ വിളിച്ചുണർത്തി വിശാലമായൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആ വ്യക്തിപരമായി നത്താലിയ അനുഭവിച്ച ആ സംഭവം അവൾ പങ്കുവയ്ക്കുന്ന ഇപ്രകാരമാണ്. അത് വലിയ ഒരു പ്രദേശം. അവിടെ ഒരുപാട് ആത്മാക്കൾ കറുത്തതും തവിട്ടും ഗ്രേ കളറൊക്കെയുള്ള ചില വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് അവരിങ്ങനെ ഇരിക്കുകയാണ്. അവർ വളരെ വിഷാദത്തോടെ ഇരിക്കുന്നതായിട്ട് കാണുകയാണ്. എന്നാൽ അവരാരും സംസാരിക്കുന്നില്ല. ഇപ്രകാരം വിശാലമായ സ്ഥലത്ത് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കാത്തത്ര ആത്മാക്കൾ വിഷാദത്തോടെ ഇരിക്കുന്നു. ഈ ആത്മാക്കളെയൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോൾ നത്താലിയായ്ക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത് ഇപ്രകാരമാണ്: ഈ വിഷാദത്തിലിരിക്കുന്ന ആത്മാക്കൾ ശുദ്ധീകരണത്തിലെ ആത്മാക്കളാണ്. അവർക്ക് ഈ ലോകത്തിൽ നിന്ന് ഒരു സഹായവും ലഭിക്കുന്നില്ല. അവർ നിശബ്ദരാണ്, മൂകരായിട്ടിരിക്കുക. ഒന്ന് സംസാരിക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല, തല കൊമ്പിട്ടിരിക്കുക. അതായത് ഈ ലോകത്തിൽ ഒരു സഹായം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം ഇപ്രകാരമാണ്: ആരും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, ആരും ഇവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, മോളെ, ഈ ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിലേ, ഇവർക്ക് വേണ്ടി ത്യാഗം ചെയ്തെങ്കിലേ ഇവരെ സ്വർഗത്തിലേക്ക് രക്ഷിച്ചു കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വൈദികരോട് പറയണം, ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നിരന്തരം ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ. നീ പ്രിയപ്പെട്ടവരോട് പറയണം, ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കണമെന്ന്. ഇപ്രകാരം ജീവിച്ചിരിക്കുന്ന ഓരോ ക്രൈസ്തവനിൽ നിന്നും സ്വർഗം ആഗ്രഹിക്കുന്ന പ്രാർത്ഥനയാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന് സിസ്റ്റർ നത്താലിയയുടെ അനുഭവത്തിലൂടെ ഇന്ന് നാം തിരിച്ചറിയുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അതിനുശേഷം കർത്താവ് നത്താലിയെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഇതുപോലെ വളരെ വിശാലമായൊരു സ്ഥലമാണ്. ഈശോയുമായിട്ട് ആ സ്ഥലത്തേക്ക് പ്രവേശിച്ചപ്പോൾ ഇതുപോലെ തന്നെയുള്ള ആളുകളാണ് അവിടെയുള്ളത്. എന്നാൽ അവർക്കൊരു വ്യത്യാസമുണ്ട്. ഈശോയുമായിട്ട് സ്ഥലത്തേക്ക് പ്രവേശിച്ചപ്പോൾ അവർ അനങ്ങാൻ തുടങ്ങി, അവർ സംസാരിക്കാൻ തുടങ്ങി. നത്താലിയയുടെ കയ്യിൽ ഒരു ജപമാല അവൾ കരുതിയിരുന്നു, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുവാനായി. അവൾ അവിടെ കണ്ട ഈ ഭീകരമായ ഈ അവസ്ഥ കണ്ടപ്പോൾ അവൾ ജപമാല എടുത്ത് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഇപ്രകാരം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്ത് ശുദ്ധീകരണത്തിലെ ഓരോ ആത്മാക്കളും ഈ സഹോദരിയെ വിളിച്ച് കൈ ഉയർത്തി, സഹോദരി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ, സഹോദരി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ, സഹോദരി എന്നെ ഓർക്കണമേ, ജപമാല എന്നെ ഒന്ന് സമർപ്പിക്കണമേ എന്ന് പറഞ്ഞ് വലിയ ഒരു ഇടിമുഴക്കം പോലെ എല്ലാവരും ഈ സിസ്റ്ററിനെ വിളിച്ച് പറയുക. ജപമാല കയ്യിലെടുത്തപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, സഹോദരി ജപമാല എന്നെ ഒന്ന് സമർപ്പിക്കണമേ, നിലവിളിച്ച് കരയുന്നതായിട്ട് സിസ്റ്റർ കാണുകയാണ്. മൂന്നാമത് ഒരു സ്ഥലത്തേക്ക് സിസ്റ്ററിനെ ദൈവം കൂട്ടിക്കൊണ്ടുപോയി, കർത്താവ് കൂട്ടിക്കൊണ്ടു ചെന്ന് അവിടെയും ഒരുപാട് കന്യാസ്ത്രീകൾ ഇരിക്കുന്നത് സിസ്റ്റർ കണ്ടു. കന്യാസ്ത്രീകളുടെ അടുത്ത് ചെന്നപ്പോഴും ഈ മഠത്തിൽ നിന്ന് മരിച്ചുപോയ കന്യാസ്ത്രീകൾ മുൻ സുപ്പീരിയേഴ്സിനൊക്കെ കണ്ടു. കർത്താവ് പറഞ്ഞു, ഇത് ശുദ്ധീകരണ സ്ഥലമാണ്. അവരും സിസ്റ്ററിനെ വിളിച്ച് സിസ്റ്ററിൻ്റെ കയ്യിൽ ജപമാല പിടിച്ചിരുന്ന കയ്യിലേക്ക് കടന്നു പിടിച്ചിട്ട് ആവശ്യപ്പെട്ടു, സഹോദരി ഞങ്ങൾക്ക് വേണ്ടി നീ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. നീ ചൊല്ലുന്ന ജപമാലയിൽ സിസ്റ്റേഴ്സ് പേര് പറഞ്ഞ് എന്നെ സമർപ്പിക്കണം, എന്നെ സമർപ്പിക്കണം എന്ന് പറഞ്ഞ് വലിയ കൂട്ട നിലവിളി അവൾ കാണുകയാണ്.
ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നത്താലിയയ്ക്ക് ഒരു സംശയം, എന്തുകൊണ്ടാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ ഇവർ ഇത്രമാത്രം നിലവിളിക്കുന്നത്? അപ്പോൾ ഈശോ നത്താലിയയുടെ കരങ്ങളിലേക്ക് ഒരു ജപമാല കൊടുത്തു. ഈ ജപമാലയുടെ ഓരോ മുത്തുകളും ഓരോ പുഷ്പങ്ങൾ കൊണ്ടുണ്ടാക്കിയതായിരുന്നു. ഈ പുഷ്പങ്ങളെല്ലാം ഇവൾ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഓരോ പുഷ്പത്തിലും ഈശോയുടെ ഓരോ തുള്ളി രക്തത്താൽ അലങ്കൃതമായിരുന്നു ഈ പുഷ്പങ്ങളൊക്കെ. പിന്നീട് കർത്താവ് പങ്കുവെച്ചു കൊടുത്ത് ഇപ്രകാരമാ, ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ ഈ നിലവിളി കൂട്ടിയത് ഓരോ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലേക്കും ഈ ജപമാല, ഈ പുഷ്പങ്ങൾ കൊണ്ടാകിയ ജപമാലയിലുള്ള ഈശോയുടെ ഓരോ തുള്ളി രക്തം കടന്നു ചെല്ലും. ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചുപോയ ആരെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, സഹോദരങ്ങളെ, നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ചുമ്മാ ഒരു ഉറക്കത്തിൽ ചൊല്ലിവിട്ടിട്ട് കാര്യമില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ നിയോഗം, എൻ്റെ കുടുംബനാഥന് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി, മദ്യപാനികൾക്ക് വേണ്ടി, കൊടും പാപികൾക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി, ക്യാൻസർ രോഗികൾക്ക് വേണ്ടി, COVID-19 ബാധിച്ചിരിക്കുന്ന രോഗികൾക്ക് വേണ്ടി, അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഓരോ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കർത്താവ് വെളിപ്പെടുത്തരുന്ന ഇപ്രകാരമാ, നമ്മൾ ജപമാലയിൽ ചെല്ലുന്ന ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന് പ്രാർത്ഥന വിളിച്ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ ഓരോ തുള്ളി രക്തം ഏത് നിയോഗത്തിന് വേണ്ടിയാണ് നമ്മൾ അർപ്പിക്കുന്നത് ആ നിയോഗത്തിലേക്ക് കടന്നു വരുമെന്നും ഈശോയുടെ രക്ഷാകരമായ രക്തത്താൽ ഈ വ്യക്തികൾ വിടുതൽ പ്രാപിക്കും, രക്ഷ പ്രാപിക്കുമെന്നും നമ്മൾ തിരിച്ചറിഞ്ഞു. അതാണ് ജപമാല പ്രാർത്ഥനയുടെ ശക്തി. ഇതിനു വേണ്ടിയാണ് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾ ദാഹിച്ച് നിലവിളിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും ജപമാല പ്രാർത്ഥന ചൊല്ലി ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കടത്തിവിടത്തക്ക രീതിയിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ ഉയർത്തണമെന്ന് ഈ അനുഭവത്തിലൂടെ, സിസ്റ്റർ നത്താലിയായുടെ ജീവിതാനുഭവത്തിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. നത്താലിയായ്ക്ക് കർത്താവ് കൊടുത്ത അടുത്ത സന്ദേശം ഇപ്രകാരമാണ്: മോളെ, നീ നിന്റെ ജീവിതത്തിൽ ഏത് കഠിനമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും യേശു നാമം ഉരുവിട്ടുകൊണ്ടേയിരിക്കുക എന്ന്. നീ നടകൾ എടുക്കുമ്പോഴും നിന്റെ ജീവിതത്തിൽ നിനക്ക് താങ്ങാനാകാത്ത ഭാരം വഹിക്കുമ്പോഴും ഒക്കെ യേശുനാമം ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. നിന്റെ ഓരോ ശ്വാസത്തിലും യേശുനാമം ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. കാരണം കർത്താവ് പറഞ്ഞു, വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ, യേശുനാമം ഉരുവിടുമ്പോൾ സകല മാലാഖമാരും സ്വർഗീയ വൃന്ദങ്ങളും ഈശോയുടെ മുമ്പിൽ മുട്ടുമടക്കും. ഇത് കർത്താവ് പറഞ്ഞു കൊടുത്തു. ആരൊക്കെ യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടും, നരകം അടയ്ക്കപ്പെടുമെന്ന്. യേശുനാമം വിളിക്കുമ്പോൾ സ്വർഗം തുറന്ന് മാലാഖമാർ വന്ന് ഈശോയുടെ മുമ്പിൽ മുട്ടുമേൽ നിന്ന് ആരാധിക്കും. ആ സമയത്ത് നരകം അടയ്ക്കപ്പെടും. എല്ലാ സാത്താനും അവൻ്റെ സംഘങ്ങളും ഗണങ്ങളുമൊക്കെ യേശുനാമം നമ്മൾ ആരെങ്കിലും വിളിക്കുമ്പോൾ മുട്ടുമേൽ നിന്ന് യേശുവിനെ ആരാധിക്കുവാൻ നിർബന്ധിതരാകുമെന്ന്. അതുകൊണ്ട് യേശുനാമം കൂടെ കൂടെ വിളിച്ച് രക്ഷ പ്രാപിക്കണമെന്ന് ഈ ലോകത്ത് നമ്മളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവ് സിസ്റ്റർ നത്താലിയായ്ക്ക് പ്രേരണ നൽകി. പ്രിയമുള്ള സഹോദരങ്ങളെ, അടുത്തൊരു സന്ദേശം, പരിശുദ്ധ കന്യകാമറിയം ഈശോയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നില്ല എന്നൊരു സന്ദേശം കർത്താവ് നൽകിയുണ്ടായി. പരിശുദ്ധ അമ്മ, ചിലർ ഇപ്രകാരം ചിന്തിക്കുന്നുണ്ട്, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ കഴിഞ്ഞുള്ള കൂടുതൽ പ്രാധാന്യം നമ്മൾ അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ടോ, ഇല്ലെങ്കിൽ ഈശോയെ മാറ്റി നിർത്തി അമ്മയാണ് നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്നതൊക്കെ ചിന്ത കടന്നു വരുന്നുണ്ട്. എന്നാൽ ഈശോ പറഞ്ഞ ഇപ്രകാരമാ, എൻ്റെ അമ്മയെ നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നുവോ അത്രമാത്രം ഞാൻ സ്നേഹിക്കപ്പെടുന്നുവെന്ന്. കാരണം എൻ്റെ അമ്മയോട് അത്രമാത്രം ഞാൻ ഐക്യപ്പെട്ടിരിക്കുന്നുവെന്ന ഒരു സന്ദേശം ഈശോ നത്താലിക്ക് നൽകിയുണ്ടായി. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധ കന്യകാമറിയത്തോട് എത്രമാത്രം ചേർന്ന് നിൽക്കാമോ അത്രമാത്രം നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ നത്താലിയായെ പരിശുദ്ധ അമ്മ ഈ ലോകത്ത് തൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയും ആത്മരക്ഷയ്ക്ക് വേണ്ടി എപ്രകാരം ഒരുക്കിയോ അതുപോലെ നമ്മളെ ഓരോരുത്തരെയും യേശുക്രിസ്തുവിന് വേണ്ടിയും നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയും നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയും അമ്മ ഒരുക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരെയും ഒരു നിമിഷം പരിശുദ്ധ അമ്മയുടെ കാര്യങ്ങളോട് ഈശോയ്ക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നത്താലിയയിലൂടെ ദൈവം നൽകിയ ഈ സന്ദേശങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയെ, മാതാവേ, ആ മകളെ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ അമ്മേ, ഞങ്ങളെയും ഞങ്ങളുടെ വരും തലമുറകൾക്ക് വേണ്ടി ഒരുക്കി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ സഹനങ്ങൾ ഏറ്റെടുത്ത് വിശുദ്ധ ദിവികാരുണ്യ ഈശോയെ സ്നേഹത്തോടെ
ഏറ്റെടുത്ത് ആരാധിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിച്ച് ആത്മാക്കളെ നേടിക്കൊണ്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ അമ്മേ മാതാവേ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഓ മറിയമേ, ഞങ്ങളുടെ അമ്മേ, ഞങ്ങൾ മുഴുവനും അമ്മയുടേതാണ്. ഞങ്ങളെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടുമൊപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.